ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങിന് വലിയ കാര്യത്തിലുള്ള കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ രസമാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. കുക്കിംഗ് വീഡിയോ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ ആണെന്ന്. ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് രസം വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ രീതിയാണേ. ഇനിയിപ്പോ എല്ലാരും എങ്ങനെയാ എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ്, ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് എല്ലാരും പറയാറുണ്ട് രസം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളെ രീതിയാണ് എനിക്കറിയില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ഓരോ ദിവസം വെച്ച് നോക്കുന്നത് ഏതായ രീതിയാണ് കേട്ടോ. എനിക്കിതാരും പറഞ്ഞു തന്നിട്ടല്ല, എവിടെയും കണ്ടിട്ടല്ല. ഇത് എന്റേതായ മൈൻഡ് സെറ്റിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു രസം. പക്ഷെ രസമുണ്ട്, അതാണ് കാര്യം. നമുക്കതല്ലേ വേണ്ടത്. അപ്പം ഞാൻ കാണിച്ചത് എന്തൊക്കെയാ വേണ്ടത് കേട്ടോ. കുരുമുളക്, ജീരകം, വറ്റൽമുളക്, തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതിനെ കൂടെ കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന. ഈ സാധനങ്ങളാണ് രസം വെക്കാൻ മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ കേട്ടോ. രസത്തിന് മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഈ വറ്റൽമുളക് ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും, ഐ മീൻ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ഞാനിടത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. എല്ലാം കണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്നെ കണ്ടില്ല വിചാരിക്കും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റിന്റെ താഴെ കറക്റ്റ് വൈറ്റ് ആയതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല. അതാണ് ഞാൻ അപ്പുറത്തെ മറിഞ്ഞ് എടുത്തത് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഈ വറ്റൽമുളക് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, വരും. എനിക്ക് വയ്യ. നമ്മുടെ ശ്വാസം പ്രത്യേകം പറഞ്ഞ രസം വെക്കുന്നതിന്റെ വീഡിയോ ഒന്നും ഇടണം. അപ്പൊ ഞാൻ പിന്നെ ആയിക്കോട്ടെ, എന്തായാലും രസം വെക്കല്ലേ, ആവാം വിചാരിച്ചു. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, തക്കാളി, ഉള്ളി ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ട്. പകുതി അരയ്ക്കാനും പകുതി വാട്ടാനും ആയിട്ട് എടുത്ത് വെച്ചേക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ വറ്റൽമുളക് ഇവിടെ ഉണ്ട്. ഇതിലുണ്ടായ ഞാൻ എടുത്തു വെച്ചു. ഇത് വേറെയാണ് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായതാണേ. ഇത് നമുക്ക് ചീഞ്ഞിട്ടിട്ട് വാട്ടിയെടുക്കാനുള്ള സാധനം. ഇത് മാറ്റി വെക്കാം. ഓക്കെ, പുളി ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് പുളി കേട്ടോ. ഞാൻ ഒരു മീഡിയം റേഞ്ചിലുള്ള പുളിക്കുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിലിട്ട് പുളി മാറ്റി വെച്ചിട്ട് ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞില്ലേ, അരച്ചെടുക്കാന്ന്. അതങ്ങ് അരച്ചെടുക്കാം. കണ്ടോ, ഇതൊന്നും ഇങ്ങനെയൊന്നും ചോദിക്കാൻ കേട്ടോ. ഇതാണ് എന്റെ വീട്ടിലുള്ള എപ്പോഴും ഉള്ള ഒരു സാഹചര്യം. ഈ ഒരു ഗെറ്റപ്പിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാവാറ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം പേസ്റ്റ് ഇതിൽ അരിഞ്ഞെടുക്കണ്ട. എന്നെ മുഴുവനായിട്ട് കാണുന്നില്ലേ. പേസ്റ്റ് ഇതിൽ അരയണ്ട. ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് മര്യാദയുള്ള രീതിയിൽ എടുത്താൽ മതി കേട്ടോ. അപ്പം എന്താ ചെയ്യേണ്ടി, നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു ഉള്ളിനേക്കാൾ വാട്ടിയിട്ട് അതിന്റെ കൂടെ ഈ പറഞ്ഞ സാധനം ഇല്ലേ അരച്ച് വെച്ചത്, അതും കൂടിയിട്ട് നല്ലോണം വാട്ടിയെടുക്കാം കേട്ടോ. ആണ് ഈ എണ്ണ ഈ കളറും ചോദിക്കരുത് കേട്ടോ. അത് ഇന്നലെ ബിരിയാണി വെച്ചപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണയാണ്. അതാണ് ഇങ്ങനെ കേട്ടോ. അപ്പം ചട്ടി നല്ല ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്റെ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെച്ചു. നല്ലെണ്ണയിൽ കുക്ക് ചെയ്യില്ലേ, അതിൽ ഞാൻ അങ്ങനെ ഒഴിച്ചു വെച്ചു. അപ്പൊ എളുപ്പമല്ലേ. എണ്ണ ഒഴിച്ചു കൊടുത്തു. നെക്സ്റ്റ് കടുക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം എത്ര പേര് ചിക്കൻ കറി കടുക് വറുക്കുന്നുള്ള കാര്യം പറഞ്ഞോ. കാരണം കുറെ പേര് കടുക് വറുക്കാറില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കടുക് വറുക്കാറുണ്ട്. കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കടുക് വറുക്കില്ല എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ പറയാ കേട്ടോ. മറക്കരുത്. അപ്പം കടുകിടാം. കടുകിട്ട് എപ്പോഴും എനിക്ക് പേടിയുള്ള ഒരു കാര്യമാണ് കടുകിടല്. തെറിക്കും. കടുക് വറ. നെക്സ്റ്റ് നമ്മളെ ഉള്ളി തക്കാളി ഇല്ലേ, അതങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മളെ ഉണക്കമുളകില്ലേ, വറ്റൽമുളക്, അത് ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമുളകിന് നിങ്ങൾ എങ്ങനെ പറയുക? ഞാൻ ഉണക്കമുളക് തന്നെ പറയാം. ചില സമയങ്ങളിൽ എൻ്റെ വായിൽ വന്നു പോകും വറ്റൽമുളക് കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് പറയുക? അതും കൂടെ കമന്റ് ബോക്സിൽ പറയാ. ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ. അപ്പൊ പിന്നെ പറയാ എങ്ങനെയൊക്കെയാണെന്ന്. ഇങ്ങനെയൊക്കെ എല്ലാം നമ്മൾ അറിയാ. അപ്പം നല്ലോണം ഇങ്ങനെ വാട്ടി കൊടുക്കുക. ഇന്നെന്തോ എന്റെ വീഡിയോക്ക് ഞാൻ എപ്പോഴത്തെ പോലെയല്ല, കുറെ മാറ്റം വന്നിട്ടുണ്ട്. എന്തോ വർത്തമാനത്തിലാണോ? നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാന്നല്ലേ, അതാ നല്ലത്.
നമ്മൾ എന്താണോ അതായിരിക്കുക, അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി മാറാനൊന്നും പറ്റത്തില്ല. കാരണം ഇതിനു മുന്നേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ഡീസൻ്റൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഞാൻ കേട്ടോ, ഇതാണ് ഞാൻ. വെക്കുന്നത് രസമാണ്, കുറച്ചിനകത്ത് പണിയുള്ളൂ. പക്ഷെ കഥകളും പറഞ്ഞ അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം വൈകും കേട്ടോ, ക്ഷമിക്കുക. ആരെങ്കിലും വിചാരിക്കുന്നത് പൊട്ടത്തിയാണോ മൊബൈലിൽ നോക്കി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. കാലങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. ഇപ്പൊ മനുഷ്യന്മാരോട് കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ കൂടുതൽ നമ്മള് ഫോണിലൂടെ വർത്തമാനം പറയുന്നത് അല്ലേ? അങ്ങനെയാണ്. ആരെങ്കിലും ഇപ്പം അടുത്തടുത്തുള്ള അയൽപ്പക്കാർ ഇതുപോലെ വർത്തമാനം പറയുന്നുണ്ടോ? ഇത്രയും കൂടുതൽ വർത്തമാനം പറയുന്നുണ്ടോ? ഇല്ല. അതൊക്കെ കട്ടായി, ഇപ്പം കട്ടാണ്. ഇപ്പൊ എന്താണ്, ഫോണിലോടാണ്. ഒന്നല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കുക, ഒന്നല്ലെങ്കിൽ ഫോണിൽ വീഡിയോ കാണാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കുക. ഇതൊക്കെയാണ് കാലങ്ങളുടെ പോക്ക്, കാലങ്ങളുടെ മാറ്റം. കാലം മാറുമ്പം നമ്മൾ മാറണ്ടേ. നാടോടുമ്പം നടുവേ ഓടണം എന്നാണ് ചൊല്ല്. അതുപോലെ ഞാനൊക്കെ വീഡിയോ എടുക്കാൻ നേരത്ത് തന്നെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പൊ കുറെ മാറ്റം വന്ന് എനിക്കെന്നെ തോന്നുന്നുണ്ട് കേട്ടോ. ഇന്ന് വല്ലാത്ത മാറ്റം ഇപ്പൊ ഇന്ന്. അപ്പം ഉള്ളി തക്കാളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. അതിന്റെ കൂടെ അരച്ച് വെച്ചില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ എന്തായോ എന്തോ ആക്കത്തിൽ എങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് രസം വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഉള്ളത് കണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ വഴിയില്ല. സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് ചെയ്യാം, എങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. അത് ക്ലോസപ്പിലൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം രസമാക്കി നിങ്ങളെ മുന്നിലേക്ക് ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ അരവും ഞാൻ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലതാ പറയാ വഴറ്റിയെടുത്തു. അപ്പം നമുക്ക് ഇനി അതിൻ്റെ കൂടെ പുളി വെള്ളമില്ലേ, ഞാൻ പുളി അപ്പാടും ഒഴിക്കും കേട്ടോ. കാരണം ചിലർ ഇങ്ങനെ പുളി മാറ്റിയിട്ട് അതിന് വെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ. ഞാൻ പുളി അപ്പാടും ഇടും. കാരണം അതും കൂടെ അങ്ങ് നല്ലോണം സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ആ പുളി വെള്ളം ഒഴിക്കണം കേട്ടോ. ആ പുളി വെള്ളം ഒഴിച്ചു നമുക്ക് എത്രത്തോളമാണ് രസം വേണ്ടത്, വെള്ളമല്ല വേറൊന്നും അല്ലല്ലോ, എത്രത്തോളം രസം വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ച് നമ്മൾ എടുത്ത സാധനങ്ങളില്ലേ അതിന് ഒത്ത രീതിയിലായിരിക്കണം കേട്ടോ. നമുക്ക് രസം കൂടുതൽ വേണമെങ്കിൽ എടുത്ത സാധനം കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം. ഞങ്ങൾക്കിപ്പോൾ ഒരു നേരത്തിന് മതി എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, എരിവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കൂടുതൽ വേണ്ടവർക്ക് എന്താ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് ആക്കാം. ഒരു നേരമല്ലേ വേണ്ടു. അപ്പം ഞാൻ ഈ കപ്പിൽ 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്, ഇനിയാണ് അടുത്ത പണി. മഞ്ഞൾപ്പൊടി കണ്ടോ, ലില്ലീസിൻ്റെ ബോട്ടിലാണ്. ലില്ലീസ് തൈര് വാങ്ങുമ്പോൾ കിട്ടുന്ന ബോട്ടിൽ. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടു. നെക്സ്റ്റ് എനിക്ക് രസം വെക്കണമെങ്കിൽ രസപ്പൊടി ഇല്ലാതെ ഞാൻ രസം വെക്കത്തേ ഇല്ല. എനിക്ക് ഒരു എന്താ പറയുക ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എനിക്ക് ഈ രസം വെക്കുമ്പോൾ രസപ്പൊടി ഇല്ലെങ്കിൽ കേട്ടോ. ഇട്ടാലും ഇട്ടില്ലെങ്കിൽ സെയിം ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ എനിക്കത് ഉണ്ടെങ്കിലേ സമാധാനമുള്ളൂ. അതുകൊണ്ട് ഒരു നുള്ള പേരിന് അത് കിട്ടാനും കയ്പായി പോവും. അപ്പോൾ ഞാനെന്താ കുറച്ച് രസപ്പൊടി ഇട്ടോ, ഒരു നുള്ള രസപ്പൊടി ഇട്ടു. അപ്പം മെയിനായിട്ടുള്ള സംഭവം ഇട്ടിട്ടില്ല, വെയിറ്റ് ഉപ്പ്. മെയിനായിട്ടുള്ള സംഭവം ഉപ്പിടണ്ടേ, ഉപ്പിടണം കേട്ടോ. ഈ ഒരു ഇതില് സ്പൂണിൽ ഒരു 1.5 സ്പൂൺ ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. 1.5 സ്പൂൺ ഉപ്പ് ഇട്ടു. ഈ ഒരു സ്പൂണിലാണ് ഉപ്പ്. നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് എടുക്കാമല്ലോ. പക്ഷെ അത് ഉപ്പ് പറഞ്ഞു തന്നപ്പോൾ വിട്ടുപോയിട്ടോ. എന്നെ മോൻ വിളിച്ചപ്പോൾ എൻ്റെ മൈൻഡ് അങ്ങോട്ടേ കയറ്റി. ഉപ്പ് ഞങ്ങൾ 1.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്ത് സ്പൂണാണെന്ന് എനിക്കറിയില്ല, കാണിച്ചല്ലോ. ആ സ്പൂണിൽ 1.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയില്ല. ചിലർക്ക് ഉപ്പ് അധികം ചേർക്കുന്നതായി, ചിലപ്പോൾ ഉപ്പ് ചേർക്കാതെ കഴിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപ്പ് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നല്ല ശരിക്കും പറഞ്ഞാൽ രസം അധികം തിളയ്ക്കാൻ പാടില്ല. ഇങ്ങനെ തിള വരുന്ന സമയം നമ്മൾ ഓഫ് ചെയ്യണമെന്നാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ നല്ല കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് എരിവ് വേണം വേണ്ടെന്നുള്ളതനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുമ്പം
തിളപ്പിച്ചിട്ട് ഇറക്കാറുള്ളൂ. പക്ഷെ തിളയ്ക്കാൻ പാടില്ല, അതാണ് സത്യം. ഇനിയാണ് അടുത്ത പരിപാടി. എന്താണല്ലേ, കറിവേപ്പില കുറച്ച് വാടിപ്പോയി കേട്ടോ. കണ്ടോ, കറിവേപ്പില നമുക്ക് ഇതിന്റെ മേലോട്ട് ഇങ്ങനെ ഊരിയിട്ട് കൊടുക്കാം. അധികം വേണ്ട, ലേശം മതി കേട്ടോ. ഞാൻ എടുത്തപ്പോൾ അങ്ങനെ കണ്ടെടുക്കുന്നേ ഉള്ളൂ, ആവശ്യം എടുക്കുക. പിന്നെ ഈ പറഞ്ഞ മല്ലിച്ചപ്പ് കേട്ടോ, നല്ല ഫ്രഷ് മല്ലിച്ചപ്പാണേ. കഴുകിയപ്പോൾ അങ്ങനെ ചുരുണ്ട് കൊടുക്കുക. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിച്ചി ഇട്ട് കൊടുക്കുക. ഓക്കെ. പുതിന തീർന്നു പോയി, സോറി, അരയ്ക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഉണ്ടെങ്കിൽ പുതിന മല്ലിച്ചപ്പ് നമ്മളെ കറിവേപ്പില, ഈ ഒരു 3 സംഭവം ഉണ്ടെങ്കിൽ തന്നെ രസമാണ്, അതാണ് സത്യം. ഓക്കെ. അപ്പം ഇതെല്ലാം ഇട്ടു. നല്ലോണം തിളക്കട്ടെ എന്നൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. തിളക്കുന്ന നോക്കാക്കും. എരിവില്ലെങ്കിൽ ലേശം കുരുമുളക് ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി. എല്ലാം പാകത്തിനുണ്ട്, ഒന്നും ഇടണ്ട. സത്യം കേട്ടോ. എല്ലാം ഉണ്ട്. ഉപ്പുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഉപ്പില്ലാതിരിക്കുന്ന വീണ്ടും ഉപ്പിടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ എരിവിട്ടെങ്കിൽ എരിവിടുക, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ സത്യം പറയാലോ, എല്ലാം പാകത്തിനുണ്ട് കേട്ടോ, എല്ലാം പാകത്തിനുണ്ട്. ചിലര് അവരെ വെക്കുന്നത് കൊള്ളത്തില്ല പറയില്ല, അപ്പൊ എന്താ പറയും, സൂപ്പറാ പറയും. പക്ഷെ ഇത് സത്യം പറയാലോ, ഞാൻ കള്ളതല്ല കേട്ടോ, ഇത് സൂപ്പറാണ്, എല്ലാം കൊണ്ട് സെറ്റാണ്. തിളച്ചു. ഓക്കെ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. രസം അത്രയേ ഉള്ളൂ, രസമായി. രസമൊക്കെ തന്നെ ഒരു മാക്സിമം കൂടിപ്പോയാൽ 20 മിനിറ്റ് മതി, രസം വേഗമാവും. രസം ആയിക്കഴിഞ്ഞിരിക്കണോ ആയത് കാണിച്ചു തരാം. ആയിട്ട് ചെറിയ കോപ്പയിൽ ബൗളിലെടുത്ത് കാണിക്കാം. ഇങ്ങനത്തെ ബൗളിലെല്ലാം കാണിക്കുമ്പോഴേ കുറച്ച് വൃത്തി മനെ കാണുള്ളൂ, അതുകൊണ്ട് കാണിച്ചു തരാവേ ഞാന്. അപ്പം ഇതാണ് നമ്മളുടെ രസം കേട്ടോ, കണ്ടില്ലേ, സൂപ്പറല്ലേ? ഇതാണ് നമ്മുടെ രസം. അപ്പം ഞാൻ ഈ പറഞ്ഞ ചെറിയ ബൗളിൽ മാറ്റി കാണിക്കാം കേട്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ ബൗളിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. നല്ല മണമുണ്ട്. അപ്പം നമ്മുടെ രസം ശരിയായി കണ്ട, ഇപ്പം നല്ല കറക്റ്റ് കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ രസം. ഓക്കെ, ഞാനത് എടുത്ത് കാണാൻ വേണ്ടി താഴെ അങ്ങനെ ആ പ്ലേറ്റ് വെച്ചതേ ഉള്ളൂ. കണ്ടോ, ഇതാണ് രസം. ഓക്കെ, സൂപ്പർ അല്ലേ? അപ്പം കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇതുപോലെ രസം വെച്ച് കുടിച്ചാൽ മതി. അപ്പം ആ സമയത്ത് കുറച്ചും കൂടെ എരിവ് കൂട്ടിയാൽ മതി ഇതുള്ളൂ കേട്ടോ. അപ്പം ഏകദേശം രസമൊക്കെ സൂപ്പറായി. നല്ല ചൂടുള്ള രസം ഗ്ലാസ് ഒഴിച്ച് കുടിച്ചാൽ മതി കേട്ടോ, ശരിയാവും. അപ്പൊ അത്രയുള്ള വീഡിയോ കേട്ടോ, അധികം കൂടുതലൊന്നും പറയാനൊന്നും നീട്ടാനൊന്നും ഇല്ല, ഇതന്നെ ചോദിച്ചു നീണ്ടു പോയിട്ടുള്ളത്. അപ്പം കുറച്ച് സൂപ്പറാണ്. ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ചില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ പോയിട്ട് കാണുകയും ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെയാണ് ഞാൻ രസം വെക്കുന്നത്. രസം വെക്കാനകത്ത് ആരും ഉണ്ടാവില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ രസം വെച്ച് നോക്കട്ടോ, രസം ഉണ്ടാവും. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ. ഓയ്.